ഹലോ മക്കളെ, ദിൻഷാദ് സാറാണ്. ആൻഡ് വെൽക്കം ടു സയോറ. വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും സയോറയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? ഹാപ്പി അല്ലേ നിങ്ങള്? പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? നിങ്ങളുടെ ഓണം എക്സാംസിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ ഇപ്പോ? കഴിഞ്ഞൊരു 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലേറെ സന്തോഷമുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ 2 എക്സാം ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എത്തി. ഇനിയിപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, എക്സാം ചെയ്തുക എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഒക്കെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ എക്സാംസിന് ഈ ടൈം ടേബിൾ വന്നാലേ എനിക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ. അതുവരെ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്ന സംഭവം ഉണ്ടല്ലോ, അതായത് നാളെ ചെയ്യാൻ മാറ്റി വെക്കണ പരിപാടി, അതൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൾറെഡി നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി എന്തിനുള്ള ടൈമാണ്? പഠിക്കാനുള്ള ടൈമാണ്. ചില മക്കളൊക്കെ ഓൾറെഡി പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക. ഇനി നമുക്ക് എന്തില്ല, ടൈം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടോ. ഇനിയും നാളെ ചെയ്യാന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ആ നാളെ നീളെ പോകല്ലോ. അതേപോലെ എങ്ങനെ പോകത്തേ ഉള്ളൂ, പിന്നെ എന്തുണ്ടാവില്ല, ബാക്കി പരിപാടികളൊന്നും നടക്കൂല. ഓക്കെ, സോ എന്തേലൊക്കെ പഠിക്കുക, എന്തേലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നാളെ തന്നെ മക്കൾ എന്തേലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന മെസ്സേജാണ്, മാഷെ വോവോ സീരീസ് എവിടെയാണ്? നമ്മൾ ഇന്നാളെ ഒരു വീഡിയോ ഇട്ട് പോയതാണ്. അതിനുശേഷം വോവോ സീരീസ് ഇല്ല, ക്വസ്റ്റ്യൻസ് ഇല്ല. നിങ്ങൾ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് കൊണ്ട നേരെ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു തരാം, എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ് ഇത് തന്നെ പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയതാണ്. അതിനുശേഷം ക്വസ്റ്റ്യൻസും ഇല്ല, അവർ തേങ്ങിയില്ല എന്നാണ് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നത്. സോ സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് നിങ്ങൾ ഓണം എക്സാമിൽ പൊട്ടിക്കാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നു. അപ്പൊ ആ ടൈം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഒന്നെങ്കിൽ എടുത്തു വെച്ചതാണ്. അല്ലാതെ ബോബോ സീരീസിന്റെ കാര്യം നിങ്ങളെ കാര്യം ഒന്നും മറന്നിട്ടല്ല. നിങ്ങളെ ഞാൻ മറക്കോടാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ടെൻഡൻസി വെച്ചാൽ നിങ്ങൾ ഈ എക്സാംസിന് ടൈം ടേബിൾ വന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ. അപ്പൊ നിങ്ങൾ ആ പഠിക്കാൻ തുടങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് തരാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും ലാഗ് ആക്കിയാണ്ട് വെച്ചത്. സോ ഇതാണ് അത് പൊട്ടിക്കാനുള്ള കറക്റ്റ് ടൈം. കാരണം നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പ്രിപ്പറേഷൻസ് ഇങ്ങനെ തുടങ്ങുന്ന ടൈമേ കാരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിന്റെ കാര്യത്തിൽ ഇനി എന്തോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഫിസിക്സിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ആക്കും, പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, ഉറപ്പിച്ചോ, ഫിസിക്സിന് മിനിമം 40-30 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മിനിമം ആണ് കേട്ടോ പറയുന്നത്. മിനിമം എത്ര കിട്ടും? 30 മാർക്ക് കിട്ടും. നിങ്ങൾ ഒന്നൊപ്പം വന്നാണ്ട് ഒന്ന് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 40-40 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും, പ്രയാസമല്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ എന്തുകൊണ്ട് വന്നിട്ടുള്ളത്, ഈ ഒരു വോവോ സീരീസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വോവോ സീരീസിനെ പറ്റി അറിയാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല, വോവോ സീരീസ് എന്ന് വെച്ചാൽ വർക്ക്ഷീറ്റ് വർക്ക്ഔട്ട് സീരീസ് എന്നാ. ഇതിൽ നമ്മളൊരു ചാപ്റ്റർ എടുക്കും, ആ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കണ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആ ഒരു സീരീസിനെ നമ്മൾ വോവോ സീരീസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടി ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു കഴിയും. അതേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക, എക്സാംസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് എക്സാംസിന് ആൻസർ ചെയ്യാന്ന് പറയുന്നത് എന്താ, ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള കാര്യകാരം ഈ ഒരു സീരീസ് കണ്ടു തീരുന്നതോട് കൂടി. സോ ഒഫീഷ്യലി ഇത് നമ്മുടെ വോവോ സീരീസിന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിലെ കംപ്ലീറ്റ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ആ ഒരു ചാപ്റ്ററിന് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സുമായി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിനപ്പുറം ഒന്നും പോലെ എന്ത് ചെയ്യൂല, എക്സാംസിന് ചോദിക്കില്ല. കാരണം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ എവിടെ കാണാൻ പറ്റും, നിങ്ങൾ എഴുതാൻ പോണ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 100% ഷുവർ ആണ് കേട്ടോ. ചാൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്, 100% എന്താണ്, ഷുവർ ആണ്, ഗ്യാരണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മച്ച് കോൺഫിഡന്റ് ആണ്. ഓക്കെ, പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യുക, ഈ ഒരു സീരീസിൽ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് അതേപോലെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസിന് വരുന്ന കംപ്ലീറ്റ് ഈ ഒരു ചാപ്റ്ററിന് തിയററ്റിക്കലായിട്ട് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അധികം സംസാരിച്ചാൽ ലാഗ് ആക്കണില്ല, ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. സോ സോണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിനെ ഞാൻ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്താണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ പാർട്ടാണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ സാധനമാണ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ക്വസ്റ്റ്യൻസ് ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ 3 പാർട്ടായിട്ടാവും ഈ ഒരു ചാപ്റ്ററിലെ വീഡിയോ ചെയ്യുക. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഏത് എന്ന് പറയുന്നത്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. തേർഡ് പാർട്ട് വരുന്നുണ്ട്, ആ തേർഡ് പാർട്ടിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും,
ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഈ 3 പാർട്ടും കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടി സോണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അവർ പഠിക്കും, നമ്മൾ പഠിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് അവിടെ പോയി എഴുതാൻ പറ്റും, എക്സാംസിന് പോയി എഴുതാൻ പറ്റും. അതാണ് നമ്മളൊരു എയിം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ പഠിക്കുക, എന്നിട്ട് അതേ ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവും, ഓണം എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അവിടെ പോയി കണ്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. സോ ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരിക, എങ്ങനെ വരിക എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പ്രയാസമൊന്നുമില്ലല്ലോ. സോ തിയറി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യല്ലേ, നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒരു 10-25 ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 25 ക്വസ്റ്റ്യൻസ് അറിയുമ്പോൾ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കാരണം നിങ്ങൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് ഏകദേശം പഠിച്ചു കഴിഞ്ഞതല്ലേ. സോ ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എന്നാലും ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ നമുക്ക് നോക്കിക്കോ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഓസിലേഷൻ, ഗീവ് എനി 4 എക്സാമ്പിൾസ് ഫോർ ഓസിലേഷൻ. എന്താണ് ദോലനം, അതേപോലെ ദോലനത്തിന് 4 ഉദാഹരണങ്ങൾ എഴുതാനാണ്. എന്താണ് ഓസിലേഷൻ നോക്കുക, നിങ്ങൾ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ പഠിച്ച സാധനക്കാരും ബേസിക്കലി ഊഞ്ഞാലാടുന്ന ആ ഒരു മോഷൻ ഇല്ലേ, സാധാരണ ഊഞ്ഞാലില്ലേ, അത് ആടുന്ന ആ മോഷനെ നമ്മൾ എന്തെന്ന് പറയാ, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഊഞ്ഞാലിന്റെ ആട്ടം, ഇത്തരം മോഷനെ നമ്മൾ എന്തെന്ന് പറയും, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയും. ഇവിടെ ഡെഫിനേഷൻ കൊടുത്തേക്കണേ, ഓസിലേഷൻ ഇസ് ദ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് എന്ന് പറയാൻ കാരണം ഒരു വട്ടം ആടികാണ്ട് നിൽക്കൂല, അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ആടിക്കൊണ്ടിരിക്കും. അത്തരം മോഷനെ നമ്മൾ പീരിയോഡിക് എന്ന് പറയാം. ഇപ്പൊ നമ്മളെ സൂര്യന് ചുറ്റും ഭൂമി ചുറ്റണില്ലേ, അപ്പൊ സൂര്യന് ചുറ്റും ഭൂമി ഒരു വട്ടം ചുറ്റിയാണ്ട് നിൽക്കുന്നുണ്ടോ, ഇല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റില്ലേ. അപ്പൊ അത്തരം മോഷനൊക്കെ നമ്മൾ എന്താന്ന് പറയാ, പീരിയോഡിക് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഓസിലേഷൻ എന്താണ്, പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വെച്ചാൽ തുലന സ്ഥാനം, ആ തുലന സ്ഥാനത്ത് നിന്ന് മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ എന്ന് വെച്ചാൽ എന്താ, മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ പോണ അത്തരം മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓസിലേഷൻ എന്ന് പറയാ. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ക്രമമായ ഇടവേളകളിൽ ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സോ മക്കൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ഊഞ്ഞാലിന്റെ ആട്ടം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയാം. ഓക്കെ അല്ലേ. അതില് ഒരു പോയിന്റ് മക്കൾ മനസ്സിലാക്കുക. അപ്പൊ സപ്പോസ് ഇവിടെ ഞാനൊരു പെൻഡുലം എടുത്തേക്കുന്നത്, ഈ സാധനത്തിന് നമ്മൾ പെൻഡുലം എന്ന് പറയാം. ഫിസിക്സിൽ നമ്മൾ എന്തെന്ന് പറയാ, പെൻഡുലം എന്ന് പറയും. പെൻഡുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു സാധനം മേലിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ഒരു ബോൾ മേലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും, അത് മുന്നോട്ടും ബാക്കോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആട്ടാൻ പറ്റും. അത്തരം സ്ട്രക്ചേഴ്സ് നമ്മൾ എന്തെന്ന് പറയും, പെൻഡുലം എന്ന് പറയും. തുടക്കത്തിൽ ഈ സാധനം അനങ്ങാതെ നിൽക്കല്ലേ, ഈ അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലെ ഈ ഒരു സ്ഥാനം, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. നിർബന്ധമായിട്ട് പഠിച്ചു കേട്ടോ. അനങ്ങാതെ നിൽക്കുന്ന ഈ പൊസിഷൻ നമ്മൾ എന്തെന്ന് പറയും, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും, തുലന സ്ഥാനം എന്ന് പറയും. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ മുന്നോട്ടും ബാക്കോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ട് പോണ മോഷൻ നമ്മൾ എന്തെന്ന് പറയും, ഓസിലേഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ അതാണ് എഴുതിയിട്ടുള്ളത്. ഓസിലേഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ക്രമമായ ഇടവേളകളിൽ ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സെറ്റ് അല്ലേ മക്കൾ? പഠിച്ചു വെക്കുക എന്താണ് ഓസിലേഷൻ എന്ന് പഠിക്കുക. ഇനി അതിന് പൊതുവെ 4 എക്സാമ്പിൾസ് മിനിമം പഠിക്കുക. കാരണം 4 പറയാൻ കാരണം എക്സാംസിന് ചിലപ്പോൾ എക്സാമ്പിൾസ് എന്നാണ് നിങ്ങൾ ലോക്ക് ആക്കലുണ്ട്. അവിടെ നിങ്ങൾ മിനിമം 3 പഠിക്കുക, 4 പഠിക്കുക. അതിനുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, ഓസിലേഷൻ എന്ന് പറഞ്ഞാലും വൈബ്രേഷൻ ഉണ്ടല്ലോ, കമ്പനം, അത് രണ്ടും എന്താണ്, സെയിം ആണ്, ഏകദേശം സെയിം ആണ്. അപ്പൊ ഓസിലേഷൻ എന്ന് പറഞ്ഞാലും വൈബ്രേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ്ട് വായിക്കാട്ടോ. ഒന്നാമത്തെ പോയിന്റാണ് മോഷൻ ഓഫ് സ്വിംഗ്, ഊഞ്ഞാലിന്റെ ചലനം. അതെന്താണ്, ഓസിലേഷൻ ആണ്. നിങ്ങൾക്കറിയാം മോഷൻ ഓഫ് പെൻഡുലം, പെൻഡുലത്തിന്റെ ചലനം. ഞാൻ പറഞ്ഞു ഈ സാധനമാണ് എന്ത്, പെൻഡുലം. സോ പെൻഡുലത്തിന്റെ ചലനം എന്താണ്, ഓസിലേഷൻ ആണ്. യെസ്, വെരി ഗുഡ്. ഇനി മോഷൻ ഓഫ് വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോക്ക്, കമ്പനം ചെയ്യുന്ന ട്യൂണിംഗ് ഫോക്കിന്റെ ചലനം. ട്യൂണിംഗ് ഫോക്ക് കമ്പനം ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ആയിട്ടില്ലേ, കമ്പനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ അല്ലേ, വൈബ്രേഷൻ എന്താണ്, ഓസിലേഷൻ. സോ മോഷൻ ഓഫ് വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോക്ക്. 4ാമത്തെ സാധനമാണ് മോഷൻ ഓഫ് സ്ട്രിങ് ഓൺ ഗിറ്റാർ, ഗിറ്റാറിലുള്ള സ്ട്രിങ്ങിന്റെ ചലനം. ഒരു ഗിറ്റാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രിങ് ഉണ്ടാവുമല്ലോ, അങ്ങനെ തട്ടി കഴിഞ്ഞാൽ അത് കടന്നിങ്ങനെ വൈബ്രേറ്റ് ചെയ്യില്ലേ, ആ വൈബ്രേഷൻ എന്താണ്, ഓസിലേഷൻ ആണ്. സോ 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 4 എക്സാമ്പിൾസ് മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കൾക്ക്? പ്രയാസമൊന്നുമില്ലല്ലോ, എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഇത്തരം സാധനത്തിന് നമ്മൾ എന്താ പറയാ, പെൻഡുലം എന്ന് പറയും. ഈ ഒരു പെൻഡുലം തുടക്കത്തിൽ അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ അല്ലേ, ഇവിടെ ഞാൻ ഓ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പൊസിഷനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും, തുലന സ്ഥാനം എന്ന് പറയും. എന്താ പറയാ, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയും. ഇനി ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, ഒരു ദോലനം പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ആദ്യം നിൽക്കുന്നത് ഓയിലാണ്. ഇപ്പൊ ഈ ഒരു പോയിന്റിനെ ഞാൻ എ എന്ന് പേര് വിളിച്ചു, ഈ ഒരു പോയിന്റിനെ ഞാൻ ബി എന്ന് പേര് വിളിച്ചു. ഓക്കെ, ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കണം, ഒരു ദോലനം കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഓ എന്ന് തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സൈഡിൽ പോകണം. അതായത് മക്കൾ നോക്കുക, ഓന്ന് തുടങ്ങണം, എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡ് പോകണം, എന്നിട്ട് തിരിച്ച് മറ്റേ സൈഡ് പോകണം, എന്നിട്ട് ഓയിൽ വന്നാലാണ് എന്താവുക, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ ഒരു ആട്ടല്ലേ, അത് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു സൈഡ് പോകണം, മറ്റേ സൈഡ് പോകണം, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. ഓക്കെ അല്ലേ? അപ്പൊ ഓന്ന് തുടങ്ങി എ പറഞ്ഞ സൈഡ് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ബി പറഞ്ഞ സൈഡ് പോയി, എന്നിട്ട് ഓയിൽ വന്നാലാണ് എന്ത് ചെയ്യുക,
ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. ഈ കാര്യം മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അല്ലാതെ ഓന്ന് തുടങ്ങി എയിൽ പോയി ഓയിൽ വന്നു കഴിഞ്ഞാൽ എന്താവില്ല, ഒരു ഓസിലേഷൻ ആവില്ല. അതിന് ചലത്രമുള്ള ആവുക ഹാഫ് ഓസിലേഷനേ ആവുള്ളൂ, പകുതി തോലനെ ആവുള്ളൂ. പ്രയാസമില്ലല്ലോ. സോ മനസ്സിലാക്കുക, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു സൈഡിൽ പോയി മറ്റേ സൈഡിൽ പോയി തിരിച്ചങ്ങോട്ട് തന്നെ വരണം, അതേ പോയിന്റിലേക്ക് വരണം. ഈ ഒരു പോയിന്റ്, ഈ ഒരു കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഓസിലേഷനുമായി ബന്ധപ്പെട്ട് എക്സാമിന് പൊതുവെ ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്താണ് ഓസിലേഷൻസ്, 4 എക്സാമ്പിൾ, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. സോ അതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ടേംസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് ടേമുകൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദമാക്കി കൊടുക്കുക. ഒന്നാമത്തെ ആളാണ് ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്ന് പറയും. രണ്ടാമത്തെ ആള് പീരീഡ്, മൂന്നാമത്തെ ആള് ഫ്രീക്വൻസി. അതെന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, സോ 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ആളാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. ആയതിന്റെ സിമ്പിൾ എന്താണ്, സ്മോൾ ലെറ്റർ എ ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് നോക്കാം. താഴെ ഞാൻ ഡെഫിനേഷൻ എഴുതിയിരിക്കണേ. ആംപ്ലിറ്റ്യൂഡ് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. അതായത് ഇത് നമ്മളെ പെൻഡുലം അല്ലേ, ഈ പെൻഡുലം നിൽക്കണ ഈ ഒരു ഓ പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ, തുലന സ്ഥാനം എന്ന് പറയാ. ഇവിടുന്ന് ഒരു സൈഡിലേക്ക് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ദൂരല്ലേ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓന്നൊരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈ ഒരു ദൂരല്ലേ. ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എ എന്ന് പറയാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്, ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടുന്ന് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും, ആംപ്ലിറ്റ്യൂഡ് ആയതി എന്ന് പറയും. സോ അതാണ് എഴുതിയിട്ടുള്ളത്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് ഉണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. കിട്ടിയിട്ടില്ല, മക്കൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയാം. രണ്ടാമത്തെ ആളാണ് പീരീഡ്. പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്നാ പറഞ്ഞത്. അപ്പൊ മക്കൾ നോക്കുക, ഇത് പെൻഡുലം, ഇത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആണ്. ഒരു ദോലനം കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു സൈഡ് പോയി അടുത്ത സൈഡ് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരണ്ടേ. അപ്പൊ ഈ ഒരു സാധനം ഇവിടെ പോയി അവിടെ പോയി തിരിച്ചിങ്ങോട്ട് വരാൻ ഒരു ടൈം എടുക്കുമല്ലോ, 1 സെക്കൻഡോ 2 സെക്കൻഡോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 1 സെക്കൻഡോ 2 സെക്കൻഡോ എത്ര ഒരു ടൈം എടുക്കൂലേ. ആ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്തെന്ന് പറയാ, പീരീഡ് എന്ന് പറയാ. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്, പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡിന്റെ സിമ്പിൾ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി ആണ്. പീരീഡിന്റെ സിമ്പിൾ എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. മക്കൾ പഠിച്ചു വെക്കുക. ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ, ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പീരീഡ് ഇവിടെ. സോ എന്താണ് പീരീഡ് എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. അതേപോലെ പീരീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ബൈ എന്ന് പറയും. പീരീഡ് കാണാൻ ഇക്വേഷൻ എന്താ, ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ബൈ എന്നാണ്. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യണ്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. പീരീഡ് കാണാൻ ഇക്വേഷൻ ആണ് ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ബൈ എന്ന് പറയും. ഇത് സ്മോൾ ടി എന്ന് വെച്ചാൽ സമയമാണ്, നിങ്ങൾക്ക് അറിയേണ്ട. സ്മോൾ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമാണ്. എന്നിനെ നമ്മൾ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയാം. നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ദോലനങ്ങളുടെ എണ്ണം, ദോലനങ്ങളുടെ എണ്ണം. സോ അതാണ് പീരീഡ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലെ, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആളെ നോക്കുക. മൂന്നാമത്തെ ആളാണ് എന്ത്, ഫ്രീക്വൻസി. ഫ്രീക്വൻസി ആവൃത്തി എന്ന് പറയും. ഫ്രീക്വൻസിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ എഫ് ആണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ എഫ്. എഴുതിയിട്ടുണ്ട്, നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ എണ്ണം എന്നാണ് ഇതിലുള്ളത്. ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ എണ്ണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു പെൻഡുലം, ഈ ഒരു പെൻഡുലം നല്ല സ്പീഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ 2 or 3 വട്ടം ഓസിലേറ്റ് ചെയ്തൂടെ, 2 or 3 ദോലനങ്ങൾ പൂർത്തിയാക്കിക്കൂടെ. അങ്ങനെ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻ, ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻ. ഇപ്പൊ ഒരു സെക്കൻഡിൽ 3 വട്ടം ആടിയെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കിയ ഓസിലേഷൻ 3 അല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് പറയാ, ഫ്രീക്വൻസി എന്ന് പറയാം. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ എന്തെന്ന് പറയാ, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയാ. ഫ്രീക്വൻസി കാണാൻ ഒരു ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു, പീരീഡിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാ എൻ ബൈ ടി. എഫ് ആണ് ഇക്വേഷൻ എന്താ, എഫ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടി ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നാണ്. പൊതുവെ പ്രോബ്ലംസ് ആണ് അധികം ചോദിക്കല് ഈ ഒരു ഭാഗത്ത് നിന്ന്. പക്ഷെ ചില എക്സാംസിന് എന്താണ് ആംപ്ലിറ്റ്യൂഡ്, പീരീഡ് എന്താ, ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചു കണ്ടിരുന്നത്. സോ മക്കൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക. സോ ഇതാണ് ആംപ്ലിറ്റ്യൂഡ്, പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി? ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്നാൽ എന്തെന്നാ ചോദിച്ചിട്ടുള്ളത്, നാച്ചുറൽ ഫ്രീക്വൻസി. ഈ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാല്
നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് സൗണ്ട് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അറിയോ? എന്റെ ഇവിടെ ഉള്ള ഈ ഒരു വോക്കൽ കോഡ് ഉണ്ടല്ലോ, ഈ ഒരു വോക്കൽ കോഡ് കടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എന്തുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഫിംഗർ എടുക്കുക, രണ്ട് വിരലെടുത്താണ്ട് ഇവിടെ വെച്ചാണ് സംസാരിച്ചാൽ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ കടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനാണ് എന്തുണ്ടാക്കുക, സൗണ്ട് ഉണ്ടാക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയത് ഈ വൈബ്രേഷൻ ആണ് എന്തുണ്ടാക്കുക, സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വൈബ്രേഷന്റെ പവറിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സാധാരണ വൈബ്രേഷന്റെ പവറിനെ നമ്മൾ എന്തെന്ന് പറയും, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയും. ഇപ്പൊ പതുക്കെയാണ് വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കുറവാന്ന് പറയും, ഫ്രീക്വൻസി കുറവാണെന്ന് പറയും. നല്ല സ്പീഡിലാണ് വൈബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൂടുതലാണെന്ന് പറയും, ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറയും. ഓക്കെ, അപ്പോ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ സൗണ്ട് സെയിം അല്ലേ? ഞാൻ എപ്പോ സംസാരിച്ചാലും എന്റെ സൗണ്ട് സെയിം അല്ലേ? എന്റെ സൗണ്ട് സെയിം ആണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻ എന്താണ്, സെയിം ആണ് നല്ല അർത്ഥം. അപ്പൊ ഞാൻ എപ്പോ സംസാരിച്ചാലും ഞാൻ ഇന്റെ ഒരു വൈബ്രേഷനിലല്ലേ ഞാൻ സംസാരിക്കുക, ഇന്റെ ഒരു ഫ്രീക്വൻസിയിലല്ല ഞാൻ സംസാരിക്കുക. ആ ഒരു ഫ്രീക്വൻസിനെ നമ്മൾ എന്തെന്ന് പറയാ, നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി എന്ന് പറയാം. അതായത് എല്ലാ വസ്തുക്കൾക്കും ഓലതായിട്ട് എന്തുണ്ടാവും, ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി നമ്മൾ എന്തെന്ന് പറയും, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. അതാണ് ഇതിലുള്ളത്. വെൻ ആൻ ഒബ്ജെക്ട് വൈബ്രേറ്റ്സ് ഫ്രീലി ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജെക്ട്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുക. ഈ ആവൃത്തിയാണ് വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മൾ കമ്പനം ചെയ്യിച്ചാൽ, വൈബ്രേറ്റ് ചെയ്താല് അത് അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. ആ ഫ്രീക്വൻസി നമ്മൾ എന്തെന്ന് പറയും, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. എക്സാമിന് ചോദിക്കും മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പ്രയാസമുള്ള കാര്യമില്ലല്ലോ. സോ ഇവിടെ ഒന്നുകൂടി ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് ഡെപ്തിൽ എക്സാമിന് എന്തെങ്കിലും ചില ടൈമിൽ ക്വസ്റ്റ്യൻസ് വരലുണ്ട്. അതായത് ഇവിടെ ഞാൻ ട്യൂണിക് ഫോക്ക് വന്നിരിക്കണം. ഈ സാധനത്തിന് നമ്മൾ ട്യൂണിക് ഫോക്ക് എന്ന് പറയാം. എന്തെന്ന് പറയും, ട്യൂണിക് ഫോക്ക് എന്ന് പറയും. ഈ ട്യൂണിക് ഫോക്ക് ഞാൻ 256 ഹെഡ്സ് എഴുതിക്കണം. എത്ര എഴുതിക്കണം, 256 ഹെഡ്സ് എഴുതിക്കണം. വിച്ച് മീൻസ് മക്കൾ മനസ്സിലാക്കുക, ഒരു ട്യൂണിക് ഫോക്കുമ്പോൾ 256 ഹെഡ്സ് എഴുതിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ട്യൂണിക് ഫോക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, 256 ഹെഡ്സ് ആണ്. സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്, 256 ഹെഡ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ അല്ലേ? മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ഈ 256 ഹെഡ്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇറ്റ് വൈബ്രേറ്റ്സ് 256 ടൈംസ് ഇൻ 1 സെക്കൻഡ്. ഇത് ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യും, 256 തവണ എന്ത് ചെയ്യും, കമ്പനം ചെയ്യും. ഈ രണ്ട് പോയിന്റുകൾ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും. ഓക്കെ അല്ലേ? സോ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ട്യൂണിക് ഫോക്കും 256 ഹെഡ്സ് എന്ന് എഴുതിക്കണതിന്റെ അർത്ഥം അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, 256 ഹെഡ്സ് ആണ്. സ്വാഭാവിക ആവൃത്തി 256 ഹെഡ്സ് ആണ്. വിച്ച് മീൻസ് ഇത് ഒരു സെക്കൻഡിൽ എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യും, 256 തവണ കമ്പനം ചെയ്യും. ഇറ്റ് വൈബ്രേറ്റ്സ് 256 ടൈംസ് ഇൻ 1 സെക്കൻഡ്. സെറ്റ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കാം, രണ്ട് ട്യൂണിക് ഫോക്ക് ഉണ്ട് കയ്യിൽ. ഒന്നാമത്തെ ഞാൻ 256 ഹെഡ്സ് എന്ന് എഴുതിക്കണേ, രണ്ടാമത്തെ ഞാൻ 512 ഹെഡ്സ് എന്ന് എഴുതിക്കണേ. ഇതിന്റെ ബേസിക്കുള്ള അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഒന്നാമത്തെ ആളുടെ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര, 256 ഹെഡ്സ് ആണ്. രണ്ടാമത്തെ ആളതോ 512 ഹെഡ്സ് ആണ്. ഒന്നാമത്തെ ആളെ 256 ഹെഡ്സിന്റെ അർത്ഥം എന്താ, ഒരു സെക്കൻഡിൽ എത്ര വട്ടം വൈബ്രേറ്റ് ചെയ്യും, 256 വട്ടം വൈബ്രേറ്റ് ചെയ്യും. 512 ആണെങ്കിലോ ഒരു സെക്കൻഡിൽ 512 വട്ടം വൈബ്രേറ്റ് ചെയ്യും. ഞാൻ ചോദിക്കണത്, എ ആണ് ട്യൂണിക് ഫോക്ക് അല്ലെങ്കിൽ മേലെ ട്യൂണിക് ഫോക്കും താഴെ ട്യൂണിക് ഫോക്കും ഇടയിലും തട്ടി കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് വൈബ്രേഷൻ ആണ് എന്തുണ്ടാക്കുക, സൗണ്ട് ഉണ്ടാക്കുക. ആ സൗണ്ട് സെയിം ആകുമോ, സൗണ്ട് സെയിം ആകുമെന്ന് എക്സാമിന് ചോദിക്കും. മക്കൾ പറഞ്ഞു കൊടുക്കുക, സൗണ്ട് എന്താവൂല, സെയിം ആവൂല. നോ, സൗണ്ട് ഒരിക്കലും എന്താവൂല, സെയിം ആവൂല. സൗണ്ട് ഈസ് ഡിഫറെന്റ്. സൗണ്ട് എന്തേക്കാരം, ഡിഫറെന്റ് ആക്കാരം. ബിക്കോസ് നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഡിഫറെന്റ്. രണ്ടാളും ഫ്രീക്വൻസി ഡിഫറെന്റ് അല്ലേ? ഇവന്റെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടാളും രണ്ട് രീതിയിലല്ലേ വൈബ്രേറ്റ് ചെയ്യുക. രണ്ട് രീതിയിൽ വൈബ്രേറ്റ് ചെയ്താൽ രണ്ട് രീതിയിലുള്ള സൗണ്ട് ഉണ്ടാവും. ഒരു സൗണ്ട് എന്താണ്, ഡിഫറെന്റ് ആണ്. സോ ശബ്ദം വ്യത്യസ്തമാണ്, കാരണം സ്വാഭാവിക ആവൃത്തി എന്താണ്, വ്യത്യസ്തമാണെന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. എക്സാമിന് എന്ത് ചെയ്യും, ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ അല്ലെങ്കിൽ? സോ ഇതാണ് ഈ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്. മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? സോ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മക്കൾ നോക്കുക. പക്ക ഇമ്പോർട്ടന്റ് ആട്ടോ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ക ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും. ഓക്കെ, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ നാലാമത്തെ ക്വസ്റ്റ്യന്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ടിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി? ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 പോയിന്റ്സ് ഉള്ളത്. ആ 4 പോയിന്റ്സ് ഏതൊക്കെ? ഒന്നാമത്തെ ആളാരാ, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, വസ്തുവിന്റെ നീളാണ്. രണ്ടാമത്തെ ആള് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, വസ്തുവിന്റെ വലുപ്പമാണ്. മൂന്നാമത്തെ ആള് ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത. നാലാമത്തേത് നേച്ചർ ഓഫ് മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവം. ഓക്കെ അല്ലേ? സോ 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് മക്കൾ മനസ്സിലാക്കുക. ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട്, സൈസ് ഓഫ് ദി ഒബ്ജക്ട്, ഇലാസ്റ്റിസിറ്റി ആൻഡ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ചോദിക്കും. പഠിച്ചു വെക്കുക. സെറ്റ് അല്ലെങ്കിൽ പ്രയാസമൊന്നും ഇല്ലല്ലോ. 4 പോയിന്റ്സും പഠിച്ചു വെക്കുക കേട്ടോ.
ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, എന്താണ് പ്രണോദിത കമ്പനം എന്നാ ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡെഫിനേഷൻ എഴുതിക്കണേ. വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ അനദർ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. അതായത് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മക്കൾ നോക്കുക, എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ട്യൂണിഫോക്ക് ഉണ്ട്. ഈ ട്യൂണിഫോക്ക് ഞാൻ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് നേരെ കൊണ്ടുപോയി ഞാൻ ടേബിളും വെച്ച് കഴിഞ്ഞാൽ ടേബിളും വൈബ്രേറ്റ് ചെയ്യില്ലേ. ഇപ്പൊ നമ്മളെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് ടേബിളും വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ റിങ് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ ചെറിയ എന്തുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ചങ്ങായി മറ്റൊരു ചങ്ങായിനെ വൈബ്രേറ്റ് ചെയ്യുക, അത്ര ചിന്തിച്ചാൽ മതി. ഒരു ചങ്ങായി വേറൊരു ചങ്ങായിനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വൈബ്രേഷൻ നമ്മൾ എന്തെന്ന് പറയും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. അതാണ് ഇതിലുള്ളത്. വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്, ഒരു ചങ്ങായി വൈബ്രേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഇൻഡ്യൂസ്ഡ് ബൈ അനദർ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. വേറൊരു ഒബ്ജെക്ട് വൈബ്രേറ്റ് ചെയ്യണോണ്ട് ഒരു ചങ്ങായി വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടിനെ നമ്മൾ എന്തെന്ന് പറയും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം എന്ന് പറയും. മക്കൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും. സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് വാട്ട് ഈസ് റെസൊണൻസ്. ഇതും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, റെസൊണൻസ് എന്ന് പറയുന്നത്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റെസൊണൻസും. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ് റെസൊണൻസ്, അനുനാദം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംഗതി മനസ്സിലാവാൻ വേണ്ടി മക്കൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടോ. ഞാൻ രണ്ട് കേസുകളോടെ വരച്ചു തരാം. എൻ്റെ ഒരു ട്യൂണിംഗ് ഫോക്ക് ഉണ്ട്, ഒരു ടേബിളും ഉണ്ട്. ഈ ട്യൂണിംഗ് ഫോക്കിന്റെ ഫ്രീക്വൻസി 256 ഹെഡ്സ് ആണ്. ഈ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒരു 512 ഹെഡ്സ് ആണ്. എത്ര ഹെഡ്സ് ആണ്? 512 ഹെഡ്സ് ആണ്. ഇതേപോലെ വേറൊരു ടേബിളും ഉണ്ട്, വേറൊരു ട്യൂണിംഗ് ഫോക്കും ഉണ്ട്. ഈ ട്യൂണിംഗ് ഫോക്കിന്റെ ഫ്രീക്വൻസി 512 ഹെഡ്സ് ആണ്. ഈ ടേബിളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 512 ഹെഡ്സ് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ഈ ടേബിളിന്റെ ഫ്രീക്വൻസി 512 ഹെഡ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ടേബിളിന് ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുക? 512 ഹെഡ്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുക. അതേപോലെ ഇവിടെയും 512 ഹെഡ്സ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന് എത്ര ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടം? 512 ഹെഡ്സിൽ വൈബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ഈ ട്യൂണിഫോക്ക് ഞാൻ നേരെ കൊണ്ടുപോയി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യില്ലേ. ഇപ്പൊ ഈ ട്യൂണിഫോക്ക് ഞാൻ വൈബ്രേറ്റ് ചെയ്യിച്ചാണ്ട് നേരെ കൊണ്ടുപോയി ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അത് നമ്മൾ എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. പക്ഷേ ടേബിളിന് ഇഷ്ടം എത്ര? 512 ഹെഡ്സാ. വരുന്ന ആൾ എത്ര? 256 ഹെഡ്സാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്ന വൈബ്രേഷന് പവർ കൂടുതലാ കുറവാ ഉണ്ടാവുക? പവർ എന്തേക്കാരം? കുറവേ കാരണം. കാരണം 512 അല്ലേ ഇഷ്ടം, പക്ഷെ വരുന്നത് എത്രയാണ്? 256 ആണ്. സോ അത്ര റങ്കൊന്നും ഉണ്ടാവില്ല എന്ത് ചെയ്യാന്? വൈബ്രേറ്റ് ചെയ്യാൻ. നേരെ മറിച്ച് രണ്ടാമത്തെ കേസിൽ ഇഷ്ടം 512 ഹെഡ്സ് ആണ്, വരുന്നത് എത്ര തന്നെ? 512 ഹെഡ്സാ. സ്വാഭാവികമായിട്ടും ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈബ്രേഷന്റെ പവർ എന്ത് ചെയ്യും? കൂടും. ഇങ്ങനെ പവർ കൂടുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തുണ്ടായി എന്ന് പറയും? റെസൊണൻസ് ഉണ്ടായി എന്ന് പറയും. എന്തുണ്ടായി എന്ന് പറയും? റെസൊണൻസ് ഉണ്ടായി എന്ന് പറയും. ഒറ്റ ലോജിക്കുള്ളൂ. അടിയിലുള്ള ആളുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും മേലുള്ള ആളുടെ ഫ്രീക്വൻസിയും സെയിം ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? റെസൊണൻസ് ഉണ്ടാവും. ഈ ഒരു മേലുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ഫോഴ്സിങ് ഒബ്ജക്ട് എന്നാ പറയാ. എന്തെന്ന് പറയാ? ഫോഴ്സിങ് ഒബ്ജക്ട് എന്ന് പറയും. താഴെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഫോഴ്സ്ഡ് ഒബ്ജക്ട് എന്ന് പറയും. ഇത് നമ്മൾ ഫോഴ്സ്ഡ് ഒബ്ജക്ട് എന്ന് പറയും. അപ്പൊ ഈ ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി സെയിം ആവുന്ന സമയത്താണ് എന്തുണ്ടാവുക? റെസൊണൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ഡെഫിനേഷൻ ആയിട്ട് എഴുതിയുള്ളത്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ഒബ്ജക്ട്, ഈ ഒരു ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സ്ഡ് ഒബ്ജക്ട്, ഈ ഒരു ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ആർ സെയിം, ഓല് സെയിം ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ദേ ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. ഓല് നമുക്ക് എന്തിലാണെന്ന് പറയാ? റെസൊണൻസിലാണെന്ന് പറയാം. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായ വസ്തുക്കൾ അനുനാദത്തിലാണ് എന്ന് പറയാം. ഓക്കെ. സോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നമ്മളിവിടെ പവർ കൂടുന്നു പറഞ്ഞില്ലേ, നമ്മളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് പറയും? അതുപോലെ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പറയും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ, പരമാവധി ആയതിൽ കമ്പനം ചെയ്യുന്നു പറയും. പ്രയാസമില്ലല്ലോ. സോ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് റെസൊണൻസ് എന്നുള്ള ക്വസ്റ്റൻ എവിടെ ഉണ്ടാവും? എക്സാമിന് ചോദിച്ചാലും മക്കൾ എഴുതി കൊടുക്കണം. ഈസി അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഇതാണ് നിങ്ങളുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. മക്കളെ 5 പോയിന്റ്സ് എന്ത് ചെയ്യാം? നിർബന്ധമായിട്ട് പഠിച്ചു കേട്ടോ. സോ നിങ്ങളെ പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ സാധനമാണ് MRI സ്കാനിങ്. ഒന്നാമത്തെ എന്താ? MRI സ്കാനിങ്. രണ്ടാമത്തെ പോയിന്റ് റേഡിയോ ട്യൂണിങ്. മൂന്നാമത്തത് സ്റ്റെതസ്കോപ്പ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മെഗാഫോൺ, ഹോണി എറ്റ്സെട്ര. ഈസിയുള്ള പോയിന്റ്സ് ആണ്. ജസ്റ്റ് പഠിച്ചാൽ മതി. MRI സ്കാനിങ് ഉണ്ട്, റേഡിയോ ട്യൂണിങ് ഉണ്ട്, സ്റ്റെതസ്കോപ്പ് ഉണ്ട്, സംഗീത ഉപകരണങ്ങൾ. അത് സംഗീത ഉപകരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും?
എക്സാമ്പിൾസ് തരുമല്ലോ, ഗിറ്റാർ, വയലിന്, വീണ, ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ആണെങ്കിലും ആയിക്കോട്ടെ, അതിലൊക്കെ നടക്കുന്ന പരിപാടി എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, റെസൊണൻസ് ആണെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് വന്നിട്ട് മെഗാഫോൺ, ഹോൺ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ്. പ്രയാസമൊന്നുമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ പോലും മാറ്റിയും ചോദിക്കലുണ്ട്. അത് നേരെ തിരിച്ചു ചോദിക്കും. ഇപ്പോൾ സ്റ്റെതസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ഈ സ്റ്റെതസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ബാക്കിൽ കേട്ടാൽ സ്റ്റെതസ്കോപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? റെസൊണൻസ് ആണ്. കാരണം റെസൊണൻസിലല്ലേ നമ്മൾ ഈ സാധനം പഠിച്ചിട്ടുള്ളത്. അപ്പൊ നേരെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആൻസർ എന്താണെന്ന് എഴുതിയാൽ മതി? റെസൊണൻസ് ആണ്, അനുനാദാണെന്ന് എഴുതിയാൽ മതി. പ്രയാസമില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങോട്ട് വേണമെങ്കിലും ചോദിക്കാം, ഇവിടുന്ന് അങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിച്ചാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ അറിയണം? ആൻസർ ചെയ്യാൻ അറിയണം. ഓക്കെ, സോ 4-5 പോയിന്റ്സ് ഉണ്ട്. 4-5 പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, അപ്ലിക്കേഷൻസ് ആണ്. പ്രയാസമില്ലല്ലോ, പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഇത് കഴിഞ്ഞ് നമുക്ക് ചാപ്റ്ററിൽ വേവ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടില്ല, ഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. ഇതൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. മക്കൾ നോക്കുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഇതേപോലെ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തെ കേസ്, വേവ്സ് 2 ടൈപ്പ് ഉണ്ട്. മനസ്സിലാക്കുക, വേവ്സ് എത്ര ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ആ 2 ടൈപ്പിന് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും. അതായത് യാന്ത്രിക തരംഗങ്ങളുണ്ട്, വൈദ്യുത കാന്തിക തരംഗങ്ങളുണ്ട്. എക്സാമിന് ചോദിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേവ്സിനെ എങ്ങനെ 2 ആക്കി ക്ലാസിഫൈ ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. സോ പറഞ്ഞു കൊടുക്കണം, റിക്വയർമെന്റ് ഓഫ് മീഡിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മാധ്യമത്തിന്റെ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് എല്ലാ വേവ്സിനും എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ചില വേവ്സിന് മീഡിയം ആവശ്യമുണ്ടാവും, ചില വേവ്സിന് എന്താ ആവശ്യം ഉണ്ടാവില്ല? മീഡിയം ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ മീഡിയം വേണോ വേണ്ടേ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേവ്സ് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ വേവ്സും മറ്റേത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. സെറ്റ് അല്ലേ? സോ മക്കൾ പഠിച്ചു വെക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കും. സോ പറഞ്ഞു കൊടുക്കണം എന്താണ്? റിക്വയർമെന്റ് ഓഫ് മീഡിയം ആണ്, മാധ്യമത്തിന്റെ ആവശ്യകതയാണ്. ഇതില് മീഡിയം ആവശ്യമുള്ള വേവ്സ് നമ്മൾ എന്തെന്ന് പറയും? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. മീഡിയം ആവശ്യമില്ലാത്ത, മാധ്യമം ആവശ്യമില്ലാത്ത വേവ്സ് നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും. ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ആദ്യത്തെ ആളെടുത്തു. ആദ്യത്തെ ആളാരാണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. ഈ മെക്കാനിക്കൽ വേവ്സ് എത്ര ഉണ്ട്? 2 ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. രണ്ടാമത്തെ കാറ്റഗറിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയും. ഓക്കെ അല്ലേ? സോ വേവ്സ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ വേവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. അതിൽ മെക്കാനിക്കൽ വേവ് വീണ്ടും 2 ഉണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സും ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ട്, അനുപ്രസ്ഥം ഉണ്ട്, അനുദൈർഘ്യം ഉണ്ട്. ഇനി ഇവിടെയും എക്സാമിന് ചോദിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെക്കാനിക്കൽ വേവ്സ് 2 ആക്കിക്കണമെന്ന് ചോദിച്ചാൽ മക്കൾ പറഞ്ഞു കൊടുക്കണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിക്കിൾ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിലാണ്, കണികകളുടെ കമ്പനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിക്കിൾ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ 2 രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പാരലൽ ആയിട്ട്. ഒന്നെങ്കിൽ ലംബമായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട്. അപ്പൊ ലംബമായിട്ടാണെങ്കിൽ അതൊരു വേവ് ആണ്, പാരലൽ ആയിട്ടാണെങ്കിൽ ഏത് വേവാന്ന് പറയും? മറ്റേ ടൈപ്പ് ആണെന്ന് പറയും. ഓക്കെ, സോ നിങ്ങളെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യണത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ, ലംബമായിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സ് നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സ് നമ്മൾ എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. എക്സാമിന് ചോദിക്കും. പ്രയാസമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. അത് എത്ര ഉണ്ട്? 7 വേവ്സ് ഉണ്ട്. എത്ര വേവ്സ് ഉണ്ട്? 7 വേവ്സ് ഉണ്ട്. ഈ 7 വേവ്സിന്റെയും പേര് മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇതേ ഓർഡറിൽ കാണാതെ പഠിക്കണം. ഓക്കെ, സോ 7 വേവ്സ് ഏതൊക്കെയാണ്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ. സോ ഈ 7 ആൾക്കാരുടെയും പേരെന്ത് ചെയ്യുക? ഇതേ ഓർഡറിൽ കാണാതെ പഠിക്കുക. ഈ റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ്, എക്സ് വികിരണം, ഗാമ വികിരണം. ഓക്കെ അല്ലേ? സോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. സോ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി വേവ്സുമായി ബന്ധപ്പെട്ട ഒരു തിയററ്റിക്കൽ ഓവർവ്യൂ പറയാനുള്ളത്. ഇനി ഇവിടുന്ന് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ് ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള കമ്പാരിസൺ, ഡിഫറൻസ്. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ടോ? അതായത് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മെക്കാനിക്കൽ വേവ്സ് 2 ആക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത്തരം ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും? എക്സാംസിന് ഉണ്ടാവും. അതേപോലെ ചോദിക്കുന്ന സാധനമാണ് ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനും തമ്മിലുള്ള എന്ത് കമ്പാരിസൺ. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തുതരാം. ആദ്യത്തെ സാധനമാണ് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങൾ. അതായത് ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിലാണ് 2 ആക്കിയിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ലംബമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്വേഴ്സ് ആണെന്ന് പറയും. പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താന്ന് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ ആണെന്ന് പറയും. അപ്പൊ എഴുതിയിട്ടുണ്ട് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, സച്ച് വേവ്സ് ആർ കാൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇപ്പൊ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണത്, മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യണത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്,
ലംബമായിട്ടാണ് കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം തരംഗങ്ങൾ എന്തെന്ന് പറയും? ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അനുപ്രസ്ഥ തരംഗം എന്ന് പറയും. മക്കൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ ഈ രീതിയിലാണ് വരക്കുക. സോ ഈ ഷേപ്പ് മനസ്സിലാക്കുക. ഈ രീതിയിലാണ് നമ്മൾ എന്ത് വരക്കല്? ട്രാൻസ്വേഴ്സ് വേവ് വരക്കല്. താഴത്തേക്ക് ഒരു വര വരക്കും, സൈഡിലേക്ക് ഒരു ലൈൻ വരക്കും, എന്നിട്ട് മേലേക്ക് താഴത്തേക്ക് മേലെ വരക്കും. ഇങ്ങനെയാണ് എന്ത് വരക്കുക? ട്രാൻസ്വേഴ്സ് വേവ് വരക്കുക. ഈ ട്രാൻസ്വേഴ്സ് വേവ് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. മേലേക്കൊരു സാധനമുണ്ട്, താഴത്തേക്ക് ഒരു സാധനമുണ്ട്, ഇല്ലേ? ഈ മേലേക്കുള്ള സാധനത്തിന് നമ്മള് ക്രസ്റ്റ് എന്ന് പറയും. എന്തെന്ന് പറയും? ക്രസ്റ്റ് എന്ന് പറയും. മലയാളത്തില് ശൃംഗങ്ങൾ എന്ന് പറയും. എന്തെന്ന് പറയും? ശൃംഗങ്ങൾ എന്ന് പറയും. പഠിച്ചു വെക്കുക. താഴെയുള്ള ഈ സാധനത്തിൽ നമ്മൾ ട്രഫ് എന്നും പറയും. എന്തെന്ന് പറയും? ട്രഫ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഗർത്തങ്ങൾ എന്ന് പറയും. ഗർത്തങ്ങൾ. സോ മക്കൾ മനസ്സിലാക്കുക. ഈ വേവ്സ് ചേർക്കുന്ന സമയത്ത് മേലക്കുണ്ടാവും സാധനം, താഴത്തേക്കുണ്ടാവും സാധനം. ഈ മേലക്കുള്ള സാധനത്തിൽ നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ശൃംഗങ്ങൾ എന്ന് പറയും. താഴത്ത് കേൾക്കുന്ന സാധനത്തിന് എന്തെന്ന് പറയും? ട്രഫ് അല്ലെങ്കിൽ ഗർത്തങ്ങൾ എന്ന് പറയും. എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? അതേപോലെ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് ആണ് നോ പ്രഷർ വേരിയേഷൻ ഇൻ ദി മീഡിയം. മാധ്യമത്തിൽ എന്തുണ്ടാവണില്ല? മർദ്ദ വ്യത്യാസം ഉണ്ടാവണില്ല, മർദ്ദ വ്യതിയാനം ഉണ്ടാവണില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്വേഴ്സിനെ പറ്റി ബേസിക്കലി നിങ്ങൾ പഠിക്കാനുള്ള 3 പോയിന്റ്സ്. മക്കൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതേപോലെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നേരത്തെ പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. നേരെ തിരിച്ചു വരെ അവിടെ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക? പാർട്ടിക്കിൾസ് ഇൻ ദി മീഡിയം വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിന്, അത്തരം തരംഗങ്ങളുള്ള എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്, അനുദൈർഘ്യ തരംഗാണെന്ന് പറയും. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചിരുന്നത്? നേരെ മറിച്ച് ലോഞ്ചിറ്റ്യൂണൽ വേവ് വരെ ഇങ്ങനെയാണ്. കുറച്ച് കട്ടില്ലാത്ത ഭാഗം ഉണ്ടാവും, പിന്നെ കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടാവും, കട്ടില്ലാത്ത ഭാഗം ഉണ്ടാവും, കട്ടിയുള്ള ഭാഗം ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് വരിക? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് വരിക. ഇതില് ഈ കട്ടിയുള്ള ഭാഗത്തിന് നമ്മൾ സി എന്നാ പറയാ. കട്ടിയുള്ള ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയും? സി എന്ന് പറയും. കട്ടില്ലാത്ത ഭാഗത്തിന് നമ്മൾ ആർ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതിൽ സീനെ നമ്മള് കംപ്രഷൻ എന്ന് പറയും. സി എന്ന് വെച്ചാൽ എന്താണ്? കംപ്രഷൻ ആണ്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാല് റയർഫാക്ഷൻ ആണ്. പേര് പഠിച്ചേക്കണം കേട്ടോ. സി എന്ന് വെച്ചാൽ കംപ്രഷൻ ആണ്, ആർ എന്ന് വെച്ചാല് റയർഫാക്ഷൻ ആണ്. മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും സി എന്ന് വെച്ചാല് ഉച്ചമർദ്ദ മേഖല എന്ന് പറയാം. ഉച്ചമർദ്ദ മേഖലയാണെന്ന് പറയും. അതേപോലെ ആർ എന്ന് വെച്ച് കഴിഞ്ഞാല് നീച്ചമർദ്ദ മേഖല. സോ ഈ സി എന്താ, ആർ എന്താന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. സി എന്ന് വെച്ചാൽ കംപ്രഷൻ ആണ്, ഉച്ചമർദ്ദ മേഖലയാണ്. ആർ എന്ന് വെച്ചാൽ റയർഫാക്ഷൻ ആണ്, നീച്ചമർദ്ദ മേഖലയാണ്. ഇത് ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. പ്രഷർ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ദി മീഡിയം. മാധ്യമത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? മർദ്ദ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്നാ പറഞ്ഞത്. അതായത് ഈ പ്രഷർ എന്താ? ബേസിക്കലി എന്താ പ്രഷർ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മക്കൾ നോക്കുക, 2 റൂം എടുത്തു, ഒരേ വലിപ്പമുള്ള 2 റൂം. ആദ്യത്തെ റൂമിൽ ഞാൻ 50 കുട്ടികളെ ഇട്ടു, രണ്ടാമത്തെ റൂമിൽ ഞാൻ 100 കുട്ടികളെ ഇട്ടു. നിങ്ങൾ പറ, ഏത് റൂമിലേക്കാരും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുതൽ ഉണ്ടാവുക? 100 കുട്ടികളുടെ റൂമിലല്ലേ? കാരണം ഒരു റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലേക്കാരം? പ്രഷർ കൂടുതലാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കട്ടി കുറവാ, നേരെ കുറച്ച് ഇവിടെ എന്ത് കൂടുതലാ? കട്ടി കൂടുതലാ. അപ്പോ ഈ ഒരു നീളവും സെയിം അല്ലേ? അതായത് ഈ ഒരു നീളം എന്താണ്? സെയിം ആണ്. അപ്പോ ഇവിടുത്തെ പ്രഷർ കുറവും ഇവിടെ പ്രഷർ കൂടുതലും അല്ലേ? നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കട്ടി കുറവാ, അപ്പൊ ഇവിടെ എന്ത് കുറവാ? പ്രഷർ കുറവാണ്. ഇവിടെ കട്ടി കൂടുതലാണ്, ഇവിടെ എന്ത് കൂടുതലാ? പ്രഷർ കൂടുതലാ. നേരത്തെ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കട്ടിയുള്ള ലൈന്, കട്ടിയില്ലാത്ത ലൈന് അങ്ങനെയല്ലേ നമുക്ക് വന്നിട്ടുള്ളത്? അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തില്ല എന്ന് പറയും? പ്രഷർ വേരിയേഷൻ ഇല്ല എന്ന് പറയും. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ കട്ടില്ലാത്ത സ്ഥലമുണ്ട്, കട്ടിയുള്ള സ്ഥലമുണ്ട്. സോ നമ്മൾ ഇവിടെ എന്തുണ്ട് എന്ന് പറയും? പ്രഷർ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ദി മീഡിയം. മാധ്യമത്തിൽ എന്തുണ്ട്? മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറയും. സോ ഇതാണ് ഏത് എന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂണൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് വെച്ചുള്ള കമ്പാരിസൺ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും, മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഇനി വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടതാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് ചോദിക്കും. ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളുടെ സവിശേഷത എഴുതുക, അനുദൈർഘ്യ തരംഗത്തിന്റെ സവിശേഷത എഴുതുക ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട എന്താണ്? ഈ 3 പോയിന്റ്സ്. ഈ വേവിനെ പറ്റി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ 3 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും എന്നുള്ളതാണ്. പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഈ ഒരു കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് വേവ്സ് ഇൻ ടു വേവ്സ് ദാറ്റ് റിക്വയർ ഓർ ഡസ് നോട്ട് റിക്വയർ മീഡിയം. ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് എക്സാമ്പിൾസ് തരും. കുറച്ച് വേവ്സിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് ആർക്കൊക്കെയാണ് മാധ്യമം വേണ്ടത്, ആർക്കൊക്കെയാണ് മാധ്യമം വേണ്ടാത്തതെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അത് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ, ലോജിക് ഉണ്ട്. ആ ലോജിക്ക് വെച്ചാണ് നിങ്ങൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല? തെറ്റൂല. സോ ആ ഒരു ലോജിക്ക് പറഞ്ഞുതരാം, അത് ഫോളോ ചെയ്താണ്ട് എന്ത് ചെയ്യാം? ചെയ്യാട്ടോ. സോ നിങ്ങൾക്ക് അറിയാം, വേവ്സ് നമ്മൾ 2 ടൈപ്പിലാക്കിയത് മെക്കാനിക്കലും ഉണ്ട്,
ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ട്. അതിൽ മീഡിയം വേണ്ടതായിരിക്കാം, മാധ്യമം വേണ്ടതായിരിക്കാം മെക്കാനിക്കൽ വേവ്സിനല്ലേ, ആവശ്യമില്ലാത്തതായിരിക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനാ. ഈ മെക്കാനിക്കൽ വേവ്സിനെ പറ്റി പഠിക്കാതെ നിന്നാൽ ഒരുപാട് വേവ്സ് ഉണ്ട്, അത് പഠിച്ചാണ്ട് എന്ത് ചെയ്യൂല, തീരൂല. പക്ഷെ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആകെ എത്രണ്ണുള്ളൂ, ഏഴെണ്ണല്ലേ ഉള്ളൂ. ആ ഏഴെണ്ണത്തിന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിക്കും ചെയ്തിട്ടില്ലേ. അപ്പൊ ഈ 7 വേവ്സ് അല്ലാതെ വരുന്ന ബാക്കി എല്ലാ വേവ്സിനും ബാക്കി എല്ലാ തരങ്ങൾക്കും എന്ത് ആവശ്യം ഉണ്ടാവും, മീഡിയം ആവശ്യം ഉണ്ടാവും മനസ്സിലാക്കിയാൽ മതി. കാരണം ഈ 7 ആൾക്കാർക്ക് എന്ത് വേണ്ട, മീഡിയം വേണ്ട. അപ്പൊ ഇതിന്റെ പുറത്ത് വരുന്ന എല്ലാ ആൾക്കാർക്കും എന്ത് വേണം, മീഡിയം വേണം. ആ ഒരു ലോജിക്കലി ചിന്തിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ ആ ഒരു ലോജിക്ക് വെച്ചാണ് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ആള് മൈക്രോവേവ്, നമ്മൾ പഠിച്ച എണ്ണത്തിലുണ്ടോ? യെസ്, എണ്ണത്തിലുണ്ട്. അപ്പൊ ഈ മൈക്രോവേവിന് എന്ത് വേണ്ട, മീഡിയം വേണ്ട. സോ മൈക്രോവേവിന് മീഡിയം വേണ്ട, മൈക്രോ തരംഗങ്ങൾക്ക് മീഡിയം വേണ്ട. രണ്ടാമത്തെ ആള് നോക്കാം, സീസ്മിക് വേവ്. സീസ്മിക് വേവ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, സീസ്മിക് വേവ് നമ്മൾ പഠിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിന് എന്ത് വേണ്ടി വരും, മീഡിയം വേണ്ടി വരും, മാധ്യമം ആവശ്യമുണ്ട്. യെസ്, സീസ്മിക് തരംഗങ്ങൾക്ക് മീഡിയം ആവശ്യമുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ആളാണ് ലൈറ്റ് വേവ്. ലൈറ്റ് വേവിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നോ? നമ്മൾ വിസിബിൾ ലൈറ്റ്, ദൃശ്യ പ്രകാശം എന്ന സാധനം പഠിച്ചിരുന്നു അല്ലേ. അപ്പൊ അതിന് എന്ത് ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. സോ ലൈറ്റ് വേവിന് എന്ത് വേണ്ട, മീഡിയം വേണ്ട. പ്രകാശ തരംഗങ്ങൾക്കും മീഡിയം വേണ്ട. നാലാമത്തെ ആളാണ് സൗണ്ട് വേവ്. ഒന്ന് ആലോചിച്ചോക്കാം, സൗണ്ട് വേവിന് മീഡിയം വേണോ വേണ്ടേന്നല്ലേ. നമ്മൾ പഠിച്ച 7 ആൾക്കാർ സൗണ്ട് വേവ് ഉണ്ടോ? ഇല്ലല്ലോ. സോ സ്വാഭാവികമായിട്ട് സൗണ്ട് വേവിന് എന്ത് വേണം, മീഡിയം വേണം. ശബ്ദ തരംഗങ്ങൾക്ക് മാധ്യമം വേണം. ലാസ്റ്റത്തെ ആളാണ് റിപ്പിൾസ് ഓൺ വാട്ടർ സർഫസ്. ജലോപരിതലത്തിലുള്ള ഓളങ്ങള്, ജലത്തിന്റെ സർഫസിലുള്ള ഓളങ്ങൾ നമ്മൾ പഠിച്ചില്ലല്ലോ. സോ ഇവനക്ക് എന്ത് വേണം, മീഡിയം വേണം. ഈ ഒരു ലോജിക്ക് വെച്ചാണ് മക്കൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനാണ് മീഡിയം ആവശ്യമില്ലാത്തത്. ഒലാകെ എത്രണ്ണുള്ളൂ, 7 ആ 7 അല്ലാതെ പുറത്തുനിന്ന് വരുന്ന എല്ലാ വേവ്സിനും എന്ത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക, മീഡിയം അല്ലെങ്കിൽ മാധ്യമം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ലോജിക്ക് വെച്ചാണ് ആൻസർ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2 എക്സാമ്പിൾസ് മക്കൾ എക്സാമ്പിൾ ഒരുപാട് വട്ടം ചോദിച്ച സാധനമുണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിൾ എഴുതാന്നുള്ളത്. ട്രാൻസ്വേഴ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ട്രാൻസ്വേഴ്സിന് ചോദിച്ചാലും നമ്മൾ ഈ പഠിച്ച ഈ ഒരു 7 വേവ്സ് ഇല്ലേ, ഈ 7 വേവ്സ് എന്ത് ട്രാൻസ്വേഴ്സ് ആണ്. അപ്പൊ ഇത് ഏത് എഴുതി കഴിഞ്ഞാലും ഏത് വേവ്സിനാ, ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ആണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് 2 എക്സാമ്പിൾസ് മക്കൾ പഠിച്ചൊക്കെ ഏതൊക്കെയാണ്, സൗണ്ട് വേവ് ശബ്ദ തരംഗങ്ങളും വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്യൂണിംഗ് ഫോക്ക്. ട്യൂണിംഗ് ഫോക്ക് ഉണ്ടാക്കുന്ന തരംഗങ്ങൾ എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. 2 എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് പഠിച്ചൊക്കെ എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. സെറ്റ് അല്ലേ നിങ്ങൾക്ക്? ദെൻ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓക്കെ, കുറച്ച് കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, മക്കൾ നോക്കിക്കോട്ടും. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് നിന്നുകൊണ്ട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൗണ്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് ഇതിമ തട്ടിങ്ങാണ്ട് അവിടെ നിൽക്കുമോ? ഇല്ലല്ലോ. അത് അവിടെ തട്ടിയാണ്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ തിരിച്ചാണ്ട് മേലെ പോയിങ്ങാണ്ട് സീലിംഗുമ്മ തട്ടും. സീലിംഗുമ്മ എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോഴെന്ന് എന്ത് ചെയ്യും, താഴെ പോകും. അങ്ങനെ സൗണ്ട് ഇങ്ങനെ തട്ടിങ്ങാണ്ട് ഇങ്ങനെ തിരിച്ചു വരൂലേ. അങ്ങനെ സൗണ്ട് തട്ടി തിരിച്ചു വരുന്ന പരിപാടിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയാം. എന്തെന്ന് പറയാ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് ഒരു ഭാഗത്ത് തട്ടി തിരിച്ചു വരുന്ന പരിപാടിനെ നമ്മൾ എന്തെന്ന് പറയും, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ശബ്ദത്തിന്റെ പ്രതിപാദനം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ തട്ടി തിരിച്ചു വന്നപ്പോൾ റിഫ്ലക്ഷൻ നടന്നു, ഇവിടെ തട്ടി തിരിച്ചു വന്നപ്പോൾ റിഫ്ലക്ഷൻ നടന്നു. അപ്പൊ ഇവിടെ 1ാമത് നടന്നു, ഇവിടെ 2ാമത് നടന്നു, ഇവിടെ 3ാമത് നടന്നു. ഇവിടെ 1ൽ കൂടുതൽ തവണ റിഫ്ലക്ഷൻ നടന്നില്ലേ? അങ്ങനെ 1ൽ കൂടുതൽ തവണ റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തന പ്രതിപാദനം എന്ന് പറയും. എന്തെന്ന് പറയും, ആവർത്തന പ്രതിപാദനം. അപ്പൊ ഒറ്റ വട്ടാണ് തട്ടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്, ശബ്ദത്തിന്റെ പ്രതിപാദനമാണെന്ന് പറയാം. 1ൽ കൂടുതൽ തവണ തട്ടി തിരിച്ചു വരികയാണെങ്കിൽ എന്തെന്ന് പറയാ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്, ആവർത്തന പ്രതിപാദനമാണെന്ന് പറയും. ഓക്കെ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട മക്കൾ 2 പേരുകൾ ഓർത്ത് വെക്കുക. ഒന്ന് സൗണ്ട് ബോർഡ്, 2 കർവ്ഡ് സീലിംഗ് ഇൻ ഹാൾസ്. സൗണ്ട് ബോർഡ് അല്ലെങ്കിൽ ഹാളുകളിൽ വളച്ചു നിർമ്മിച്ചിരിക്കുന്ന സീലിംഗുകൾ. ഇത് രണ്ടിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് എന്തേക്കാരം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഏക്കാരം. ഇങ്ങനെയൊക്കെ വരിക. സൗണ്ട് ബോർഡിൽ നടക്കുന്ന സൗണ്ടിന്റെ ഫിനോമിന എന്താ, അല്ലെങ്കിൽ ഹാളുകളിൽ സീലിംഗ് വളച്ചു നിർമ്മിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന് വേണ്ടിയിട്ടാണ്, ശബ്ദത്തിന്റെ പ്രതിഫലനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എഴുതി വെച്ചാൽ മതി. പ്രയാസമല്ലല്ലോ. സോ അതാണ് ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. എന്താണ് ശ്രവണ സ്ഥിരത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മക്കൾ മനസ്സിലാക്കുക, പെർസിസ്റ്റൻസ് എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാ, പെർസിസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പൊ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലേ, ആ കേൾക്കുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഓഡിറ്ററി എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ത് എക്സ്പീരിയൻസ് എന്ന് പറയും, ഓഡിറ്ററി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ശ്രവണ അനുഭവം എന്ന് പറയും. ശ്രവണാനുഭവം. ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ചെവിയിൽ എന്ത് ചെയ്യുന്ന അറിയോ, 1/10 സെക്കൻഡ് സമയം നിലനിൽക്കും. 1/10 സെക്കൻഡ് സമയം എന്ത് ചെയ്യും, പെർസിസ്റ്റ് ചെയ്യും, നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയും, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. നോക്കുക, ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട്
പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/10 ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ് എത്ര സെക്കൻഡ് പെർസിസ്റ്റ് ചെയ്യും? 1/10 നിലനിൽക്കും. ദിസ് ഫിനോമിനൻ ഇസ് കാൾഡ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഒരു ശബ്ദം നമ്മിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. മക്കൾ പഠിച്ചു വെക്കുക, ഈസിയുള്ള കാര്യങ്ങളാണ്, പ്രയാസമല്ലല്ലോ. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എക്കോ ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ എക്കോ? എന്താണ് പ്രതിധ്വനി, അതേപോലെ പ്രതിധ്വനിക്ക് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എക്കോയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുണ്ടാവും. എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് പറഞ്ഞ് അതേ സൗണ്ട് തന്നെ തിരിച്ച് കേൾക്കുന്ന പരിപാടിനല്ലേ നമ്മൾ എക്കോ കേട്ടു എന്ന് പറയാം. സോ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഇസ് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ എക്കോ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടാവും. എന്നിട്ട് അതിന്റെ മുന്നിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു വെള്ളക്കെട്ടോ വേലൊക്കെ ആയിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്ത് കുറച്ച് മരങ്ങളോ മലകളോ ഒക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ പൊതുവെ എന്തുണ്ടാവുക? എക്കോ പോയിന്റ് ഉണ്ടാവുക. ഞാനിപ്പോ എക്കോ പോയിന്റ് പോയിങ്ങാണ്ട് ഹെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഹെലോ എന്ന് തന്നെ കേട്ട് കഴിഞ്ഞാലാണ് ഞാൻ എന്ത് കേട്ടു എന്ന് പറയാം? എക്കോ കേട്ടു എന്ന് പറയാം. അപ്പൊ ഞാൻ ഹെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സൗണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പോയി 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 പോയിങ്ങാണ്ട് അതിമ തട്ടൂലേ? അത് അവിടെ തട്ടിങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് ഹെലോ എന്ന് കേൾക്കാൻ പറ്റുമോ? പറ്റൂല. അത് അവിടെ നിന്ന് തട്ടിക്കാണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. സോ ഇവിടെ തട്ടിക്കാണ്ട് ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തണം, എന്റെ ചെവിക്ക് തന്നെ എത്തണം. അപ്പോഴാണ് ഞാൻ എന്ത് കേട്ടു എന്ന് പറയാ? എക്കോ കേട്ടു എന്ന് പറയാം. അതാണ് ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് എഴുതിയുള്ളത്. എക്കോ ഇസ് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ വൈൽ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും? സൗണ്ട് കേൾക്കാൻ പറ്റും. എങ്ങനെ? ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയ സൗണ്ട് ഇല്ലേ, അത് റിഫ്ലക്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്ന പരിപാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എക്കോ എന്ന് പറയാം. സോ എക്കോ ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ട് അവിടെ പോയി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് കേൾക്കാൻ കാരണം? എക്കോ കേൾക്കാൻ കാരണം. ഇമ്പോർട്ടന്റ് ആണ്, ഈ എക്സാമിന് ചോദിക്കും, പ്രയാസമല്ലല്ലോ. ആദ്യ ശബ്ദം ശ്രവിച്ച ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ആദ്യ ശബ്ദം ശ്രവിച്ച ശേഷം അതേ ശബ്ദം അവിടെ പോയി തട്ടി വീണ്ടും കേൾക്കുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയും? പ്രതിധ്വനി എന്ന് പറയും. അതിന് കാരണം എന്താണ്? ശബ്ദത്തിന്റെ പ്രതിപദനാണ്. സെറ്റല്ലേ മക്കൾക്ക്? ശബ്ദത്തിന്റെ പ്രതിപദനാണ്. ദെൻ നിങ്ങൾ മനസ്സിലാക്കുക, എക്കോ നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു ചെങ്ങായി ഉണ്ട്, ഇവിടെ തട്ടി തിരിച്ചു തരാൻ വേണ്ടി ഒരു മതിലുണ്ടെന്ന് കൂട്ടിക്കോ. എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം വേണ്ടേ? ആരെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാലേ എക്കോ കേൾക്കാൻ പറ്റുള്ളൂ. ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് നമ്മൾ സോഴ്സ് എന്നാ പറയാ. എന്തെന്നാ പറയാ? സോഴ്സ് എന്ന് പറയും, സ്രോതസ് എന്ന് പറയും. സ്രോതസ്. ഇനി ഇവൻ ഉണ്ടാക്കിയ സൗണ്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരാൻ ഒരു സർഫസും വേണ്ടേ? എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരാൻ ഒരു സർഫസും വേണ്ടേ? ആ സർഫസ് നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയും. എന്തെന്ന് പറയും? റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രതിപതന തലം എന്ന് പറയും. പ്രതിപതന തലം. സോ മക്കള് പക്ക ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരുപാട് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്? ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തിയറി മാത്രം ഒന്ന് കേട്ടാൽ മതി. എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ, എയറിൽ നിങ്ങൾക്ക് എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം എത്രേ പാടുള്ളൂ? 17.5 മീറ്ററേ പാടുള്ളൂ. എത്ര പാടുള്ളൂ? 17.5 മീറ്ററേ പാടുള്ളൂ. അതിലേറെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേൾക്കാൻ പറ്റൂല? എക്കോ കേൾക്കാൻ പറ്റില്ല. കൂടി കഴിഞ്ഞാൽ എന്തില്ല? പ്രശ്നമില്ല. സോ മക്കൾ മനസ്സിലാക്കുക, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ എക്കോ ഇൻ എയർ ഷുഡ് ബി 17.5 മീറ്റർ. ഞാൻ ഹൈലൈറ്റ് ചെയ്തേരാ എത്ര മീറ്റർ ആണ്? 17.5 മീറ്റർ ആണ്. വായുവിൽ എക്കോ കേൾക്കണം എന്നുണ്ടെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലെ ഉണ്ടാവാൻ പാടുള്ളൂ? 17.5 മീറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലേറെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കേൾക്കൂല? എക്കോ കേൾക്കൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ മിനിമം എത്ര വേണം? 17.5 മീറ്റർ എങ്കിലും വേണമെന്നുള്ള കാര്യം മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കും, പ്രയാസമില്ലല്ലോ. ഓക്കെ ഫൈൻ. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് റിവർബ്രേഷൻ ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? എന്താണ് അനുരണനം, അതുപോലെ അനുരണനം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വലിയ വലിയ ഈ ഹാളുകളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ വീട് പണി നടക്കുന്ന വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരത്തിന്റെ ഒപ്പം ഒരുമാതിരി ഒരു മൂളൽ ഇങ്ങനെ കേൾക്കാൻ കഴിയും, ഒരു മുഴക്കം ഇങ്ങനെ കേൾക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാവുന്ന മുഴക്കത്തിന് നമ്മൾ എന്തെന്ന് പറയാ? റിവർബ്രേഷൻ എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഡെഫിനേഷൻ വായിച്ചു നോക്കുക. Reverberation is the lingering of sound even after original sound has ceased. ഒറിജിനൽ സൗണ്ട് കേട്ട് കഴിഞ്ഞ് അതിന്റെ ബാക്കിൽ വരുന്ന ഒരു മുഴക്കം ഉണ്ടാവും. ആ മുഴക്കത്തിനാണ് ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയാം? റിവർബ്രേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഒരു ശബ്ദം ഉണ്ടായാൽ ആവർത്തന പ്രതിപാദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ മക്കൾ നോക്കുക. ഇപ്പൊ ബേസിക്കലി ഒരു റൂമുണ്ട്. ഈ റൂമിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു, ആ സൗണ്ട് നേരെ പോയിങ്ങാണ്ട് ഇവിടെ തട്ടി തിരിച്ചിന്റെ ചെവിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് കേട്ടു എന്ന് പറയും?
എക്കോ കേട്ടു എന്ന് പറയും. എന്ത് കേട്ടു എന്ന് പറയും? എക്കോ കേട്ടു എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉണ്ടാക്കിയ അതേ സൗണ്ടിൽ നമുക്ക് എക്കോ തിരിച്ചു കേൾക്കാൻ കഴിയും? ഇല്ലല്ലോ. സൗണ്ടിന്റെ പവർ അല്ലെങ്കിൽ സൗണ്ട് എന്തേ കാരം കുറവായിട്ടല്ലേ കേൾക്കുക? നമ്മൾ ഉണ്ടാക്കിയ അതേ സൗണ്ട് നമുക്ക് തിരിച്ചു കേൾക്കൂലല്ലോ. അങ്ങനെ വരാൻ കാരണം ഈ ഒരു സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചു വരുമ്പോ അതിന്റെ എനർജി കുറച്ച് കുറയും. എന്ത് കുറയും? എനർജി കുറയും. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ എന്തും കുറയും? പവറും കുറയും. പ്രയാസമല്ലല്ലോ. ഇനി ഒന്നും കൂടി ഞാൻ മാറ്റിക്കാണ്ട് വരക്കാൻ പോകണ നോക്കിക്കോ. ഈ സൗണ്ട് നേരെ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇനിയിപ്പോ സപ്പോസ് ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ട് ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടല്ലേ പോവാ? ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകും? ഇങ്ങനെ പോകും. നേരെ പോയി ഇങ്ങോട്ട് ഇപ്പൊ നിലത്തേക്ക് വരും. എന്നിട്ടാണ് എന്റെ ചെവിക്ക് വരുന്നത്. സോ ആദ്യം ഇവിടെ പോയി, രണ്ടാമത് ഇവിടെ പോയി തട്ടി, മൂന്നാമത് ഇവിടെ പോയി തട്ടി, നാലാമത് ഇവിടെ പോയി തട്ടി, എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ചെവിക്ക് വരുന്നത് എന്ന് വെക്കുക. അപ്പൊ നേരത്തെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പോയി തട്ടുമ്പോൾ ഇവിടുന്ന് എനർജി കുറയും. അപ്പൊ സൗണ്ടിന്റെ എന്ത് പറയും? പവർ കുറയും. ഈ എനർജി കുറഞ്ഞ സൗണ്ടാണ് ഇവിടെ പോയി തട്ടുന്നത്. അപ്പൊ ഇവിടുന്ന് എന്ത് പറയും? എനർജി കുറയും, പവർ കുറയും. ഇതാണ് മൂന്നാമതുള്ള സ്ഥലത്ത് പോയി തട്ടുന്നത്. സോ ഇവിടുന്ന് എന്ത് പറയും? എനർജി കുറയും, പവർ കുറയും. നാലാമത് തട്ടുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് പറയും? എനർജി കുറയും, പവർ കുറയും. സോ ഇത്രയും എനർജി അല്ലെങ്കിൽ ഇത്രയും പവർ കുറഞ്ഞ സൗണ്ട് അല്ലേ ഞാൻ കേൾക്കുക? അപ്പൊ ഈ സൗണ്ട് ഇങ്ങനെ അതിന്റെ എനർജി കുറഞ്ഞ് 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 അവസാനം എന്റെ ചെവിക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ആ സാധനം ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുമോ? കഴിയൂലല്ലോ. ഒരു മുഴക്കം, ഒരു മൂളൽ മാത്രമല്ലേ കേൾക്കുക. ആ മൂളലിനാണ് നമ്മൾ എന്തെന്ന് പറയാ? റീവർബ്രേഷൻ എന്ന് പറയുന്നത്. എക്കോ തന്നെയാണ്, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എക്കോനെയാണ് ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയാ? റീവർബ്രേഷൻ എന്ന് പറയാം. അതാണ് തന്നിട്ടുള്ളത്. റീവർബ്രേഷൻ ഇസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഒരു ശബ്ദമുണ്ടായാൽ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണെന്ത്? അനുരണനം എന്ന് പറയുന്നത്. സോ അതുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനാണ്. മക്കൾ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും. നിങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടുള്ള ഡെഫിനിഷൻ ആണ് വാട്ട് ഈസ് റീവർബ്രേഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. സോ മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ദെൻ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി അല്ലെങ്കിൽ ശ്രവണ പരിധി. ഈ ഒരു ഭാഗത്ത് 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 5 പോയിന്റ്സ് 5 ക്വസ്റ്റ്യൻ ആയിട്ടേക്കാരം എക്സാമിന് ചോദിക്കുക. ഇതിനപ്പുറം പോലെ എന്ത് ചെയ്യൂല? ചോദിക്കൂല. ക്ലിയർ അല്ലേ? ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വെച്ചാൽ ശ്രവണ പരിധി. അതായത് നമ്മൾ ഹ്യൂമൻസിന്റെ ചെവിക്ക് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ സൗണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല? കേൾക്കാൻ കഴിയില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് ആണ് 20 ഹെർട്സ് മുതൽ 20 കെ ഹെർട്സ് വരെ. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാ സൗണ്ടും എന്ത് ചെയ്യാൻ പറ്റൂല? കേൾക്കാൻ കഴിയില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് ഏത് മുതൽ ഏത് വരെയാണ്? 20 ഹെർട്സ് മുതൽ 20 കെ ഹെർട്സ് വരെയാണ്. 20 കെ ഹെർട്സ് എന്ന് വെച്ചാൽ എത്ര ഹെർട്സ് ആണ്? 20,000 ഹെർട്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഫ്രാസോണിക് ആണെന്ന് പറയും. എന്താണെന്ന് പറയും? ഇൻഫ്രാസോണിക് ആണെന്ന് പറയും. 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ നമ്മൾ അൾട്രാസോണിക് ആണെന്ന് പറയും. ഓക്കെ. അപ്പൊ 20 ഹെർട്സിന് താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്, 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അൾട്രാസോണിക്. 3 പോയിന്റായി. നാലാമത്തെ ആൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ഒരു വിസിലുണ്ട്. വിസിലിന്റെ പേരാണ് ഗാൽട്ടൺ വിസിൽ. എന്ത് വിസിലാ? ഗാൽട്ടൺ വിസിൽ. ഇതേപോലെ പഠിച്ചാൽ മതി കേട്ടോ. ആ ഗാൽട്ടൺ വിസിൽ യൂസ് ചെയ്യുക ട്രെയിൻ ഡോഗ്സ്. എന്തിനാ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാ? ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഗാൽട്ടൺ വിസിൽ ഉണ്ടാക്കുന്ന സൗണ്ട് 30 കെ ഹെർട്സ് ആണ്. എത്ര കെ ഹെർട്സ്? 30 കെ ഹെർട്സ് ആണ്. സോറി, എന്ത് സോണിക് ആണ്? അൾട്രാസോണിക് ആണ്. പ്രയാസമില്ലല്ലോ. സോ ഒരു വിസിലിനെ പറ്റി പഠിക്കേണ്ട വിസിലാണ് ഇത് ഗാൽട്ടൺ വിസിൽ. എന്തിനാ യൂസ് ചെയ്യുക? ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന സൗണ്ട് എത്ര ഫ്രീക്വൻസിയാ? 30 കെ ഹെർട്സ് ആണ്. സോ അത് ഏത് സോണിക് ആണ്? അൾട്രാസോണിക്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും ഡോഗ്സ് കേൾക്കുന്ന സൗണ്ട് ഏതാ? അൾട്രാസോണിക് ആണ്. കാരണം ഡോഗ്സിന് വേണ്ടിയിട്ടല്ലേ ഗാൽട്ടൺ വിസിൽ ഉള്ളത്. അപ്പൊ ഡോഗ്സ് കേൾക്കുന്ന സൗണ്ട് ഏതാണ്? അൾട്രാസോണിക് ആണ് ഒബ്വിയസ്ലി. ദെൻ ബാറ്റിന്റെ കേസ്. നിങ്ങളെ എക്സാമിന് വവ്വാലുമായി ബന്ധപ്പെട്ട് എന്ത് കേസ് വന്നാലും ബാറ്റ് യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? അൾട്രാസോണിക് ആണ്. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കുക. 5 പോയിന്റ്സും എക്സാമിന് എന്ത് ചെയ്യും? 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ അറിയില്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 5 യൂസസ് ഉണ്ട്. 5 യൂസ് മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ യൂസ് ആണ് ടു ക്രഷ് സ്മാൾ സ്റ്റോൺസ് ഇൻ കിഡ്നീസ്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ. ഈസി പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇൻ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യലുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് കിഡ്നി, ലിവർ എക്സെട്ര. വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപീകരിക്കാൻ. അതായത് ഇപ്പൊ നമ്മൾ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലിന്റെ ഫോട്ടോ എടുക്കല്ലേ? അത് എക്സ്റേ എടുക്കലില്ലേ? എക്സ്റേ എടുക്കാന്ന് വെച്ചാൽ എന്തിന്റെ ഫോട്ടോ എടുക്കല? എല്ലിന്റെ ഫോട്ടോ എടുക്കല. അതേപോലെ നമ്മൾ ആന്തരിക അവയവങ്ങളുണ്ടല്ലോ, ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ പോലെയുള്ള ഇന്റേണൽ ഓർഗൻസ്, ഓലെ ഫോട്ടോ എടുക്കാൻ, ഓലെ ഇമേജ് എടുക്കാൻ, ഓലെ ഇമേജ് ഫോർമേഷനെ പ്രതിബിംബ രൂപീകരണത്തിന് നമ്മൾ ഏത് സൗണ്ട് യൂസ് ചെയ്യും? അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യും. അതാണ് ഇതിലുള്ളത്. ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് കിഡ്നി, ലിവർ എക്സെട്ര.
അങ്ങനെ ഇന്റേണൽ ഓർഗന്റെ ഫോട്ടോ എടുക്കുന്ന പരിപാടി നമ്മൾ അൾട്രാസോണോഗ്രഫി എന്ന് പറയും. എന്തെന്ന് പറയും? അൾട്രാസോണോഗ്രഫി. ഇപ്പൊ നമ്മൾ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ ഫോട്ടോ എടുക്കുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയും? അൾട്രാസോണോഗ്രഫി എന്ന് പറയും. പേര് നിർബന്ധമായിട്ട് പഠിച്ചേക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് ടു ക്ലീൻ സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കോമ്പണൻസ് എക്സെട്ര. അതായത് സർപ്പിൾ ആകൃതിയിലുള്ള കുയലുകൾ, ക്രമമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ? വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻ സോണാറിൽ. ഓക്കെ. ഇവിടെ യൂസസ് ആയിട്ട് മക്കളെ 5 പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ് സോണാർ. സോണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബേസിക്കലി നമ്മളെ കപ്പലില്ലേ, കപ്പലിന്റെ താഴെ എത്രത്തോളം ഡെപ്ത് ഉണ്ട്, ആയുണ്ട് നടക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാം? സോണാർ എന്ന് പറയാം. ഓക്കെ. കപ്പലിന്റെ താഴത്തേക്ക് എത്രത്തോളം ഡെപ്ത് ഉണ്ട്, ആയുണ്ട് നടക്കുന്ന ഡിവൈസ് ആണ് ഏത്? സോണാർ. ആ സോണാറിൽ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മക്കൾ. പ്രയാസമല്ലല്ലോ. സോ ഇതാണ് നിങ്ങളുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. പഠിച്ചു കേട്ടോ. പക്ക തിയറി ആണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഇസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻ? ഈ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് ഫലമായി ഉണ്ടാകുന്ന തരംഗം ഏതാണ് ചോദിച്ചുള്ളത്? സോ ഏത് വേവ്സ് ആണ്? സീസ്മിക് വേവ്സ് ആണ്. പഠിച്ചൊക്കെ ഏത് വേവ്സ് ആണ്? സീസ്മിക് വേവ്സ് ആണ്. ഈ അഗ്നിപർവ്വത സ്ഫോടനം, എർത്ത് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സാധനം ഏതാണ്? സീസ്മിക് വേവ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സീസ്മിക് വേവ്സ് ട്രാവൽ ത്രൂ, സീസ്മിക് തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് കൂടെ എന്നാ ചോദിച്ചിട്ടുള്ളത്? എർത്ത് ക്രസ്റ്റ് കൂടെയാണ്. സീസ്മിക് വേവ്സ് ട്രാവൽ ത്രൂ ഡാഷ് കൂടെ സഞ്ചരിക്കുക, എർത്ത് ക്രസ്റ്റ് കൂടെയാണ്, ഭൂപാളി കൂടെയാണ് ആര് സഞ്ചരിക്കുക? സീസ്മിക് വേവ്സ് സഞ്ചരിക്കുക. അതായത് ഇപ്പൊ നമ്മളെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂമിയോട് ചേർന്ന സർഫസ് കൂടെയാണ് ആര് ട്രാവൽ ചെയ്യുക? സീസ്മിക് വേവ്സ് ട്രാവൽ ചെയ്യുക. 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അപ്പൊ ഈ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന വേവ് ഏതാണ്? സീസ്മിക് വേവ്സ് ആണ്. ആ സീസ്മിക് വേവ്സ് ട്രാവൽ കൂടെയാണ്, എർത്ത് ക്രസ്റ്റ് കൂടെയാണ്, ഭൂപാളി കൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി അബൌട്ട് സീസ്മിക് വേവ്സ് ഈസ് കോൾഡ് ഡാഷ്. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി എന്ന് പറയും. എന്തെന്ന് പറയും? സീസ്മോളജി. നിർബന്ധമായിട്ട് പഠിച്ചേക്കുക. സീസ്മിക് വേവ്സിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറയും? സീസ്മോളജി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്കെയിൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് റെക്കോർഡഡ്? ഭൂകമ്പത്തിന്റെ തീവ്രത നിർണ്ണയിക്കുന്നത് ഏത് സ്കെയിലാണ് ചോദിച്ചിട്ടുള്ളത്? മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കുക. ഏത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലാണ്. ഏത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലാണ്. ജസ്റ്റ് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് നെയിം ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓഷ്യൻ വാട്ടർ ഈസ് നോൺ? അതായത് കടലിലുള്ള വെള്ളമല്ലേ, അത് ഒന്നായിട്ട് വരിക. ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെന്റ്, ഒന്നായിട്ട് കടലത്തെ വെള്ളം ഇങ്ങനെ മറിയുന്ന ആ ഒരു വേവ്സിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത്തരം വേവ്സിന് നമ്മൾ എന്തെന്ന് പറയാ? സുനാമി എന്ന് പറയും. എന്തെന്ന് പറയും? സുനാമി. കാരണം കടലിൽ ഉണ്ടാവുന്ന വലിയ വലിയ വേവ്സിനല്ലേ നമ്മൾ സുനാമി എന്ന് പറയാ. സോ ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓഷ്യൻ വാട്ടർ, കടലിൽ ഉണ്ടാവുന്ന സമുദ്രജലത്തിൽ ഉണ്ടാവുന്ന വലിയ സ്ഥാനാന്തരങ്ങൾ, വലിയ വലിയ ജലത്തിന്റെ സ്ഥാനാന്തരത്തിന് നമ്മൾ എന്തെന്ന് പറയാ? സുനാമി എന്ന് പറയും. ഓക്കെ അല്ലേ? അതാണ് സുനാമി. ഇനി പക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ഒരു തിയററ്റിക്കൽ ബേസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത്? വാട്ട് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൻ ടു സേഫ് ഗാർഡ് അഗേൻസ്റ്റ് സുനാമി? ഈ സുനാമി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഒന്നാമത്തെ പോയിന്റ്, മൂവ് അവേ ഫ്രം കോസ്റ്റൽ റീജിയൻസ്. തീരപ്രദേശത്ത് നിന്ന് മാറി നിൽക്കുക. കടപ്പുറത്തൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുക? മാറി നിൽക്കുക. അത് എങ്ങോട്ട് മാറണം? ഷിഫ്റ്റ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസസ്. ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് മാറുക. അതായത് താഴത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഉയരം കൂടിയ കുന്നോ മലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുക? മാറുക. ഷിഫ്റ്റ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസസ്. മാത്രമല്ല ഇൻഫോം ഓതറൈസ്ഡ് പേഴ്സൺസ്. അധികൃതരെ വിവരം അറിയിക്കാം. മേലെ പോയിട്ട് എന്ത് ചെയ്യുക? അധികൃതർ, ഈ ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ടാവും, പോലീസ് ഓഫീസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രക്ഷാപ്രവർത്തകരെ, ഓരോ വിളിച്ചാൽ എന്ത് ചെയ്യണം? കാര്യം പറയണം. ഇങ്ങനെ സുനാമി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ ഒന്നുകൂടി സേഫ് ആക്കി നിർത്താൻ പറ്റും, ഒഴിക്കാൻ പറ്റും. സോ എന്ത് ചെയ്യുക? സുനാമി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കടപ്പുറത്ത് അങ്ങനെ കോസ്റ്റൽ റീജിയൻസിലാണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യുക? ആദ്യം മാറി നിൽക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക്, ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസുകളിലേക്ക് പോവുക. അവിടെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പോലീസ് ആവാം, വേറെ രക്ഷാപ്രവർത്തകരാവാം. അവരെന്ത് ചെയ്യുക? വിളിച്ചുകൊണ്ട് കാര്യം അറിയുക. സോ ഈ 3 കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നതോട് കൂടി ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ നിന്നാൽ എന്ത് ചെയ്യും? ടൈം ഒരുപാട് ലാഗാവും. ഇപ്പൊ തന്നെ ഒരുപാട് ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഓരോ കാര്യങ്ങളും ജസ്റ്റ് സർഫസ് ലെവലിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അത് മക്കൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോണ സമയത്ത് പഠിച്ചു പോവുക. ഇതിനപ്പുറം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഓനെ കൊണ്ട് ചോദിക്കാനായിട്ട് പറ്റൂല. ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ മക്കൾ നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. അതേപോലെ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ്
ഈ ഒരു നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ കൊടുക്കുക. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസും ഏത് കൂടെ നടക്കും, നമ്മളെ കമ്മ്യൂണിറ്റിയുമായി നടക്കും. ഓക്കെ, സോ മക്കൾ എന്ത് ചെയ്യാം, ഇതിന്റെ നോട്ട്സും ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഡൗട്ട് ക്ലിയറൻസും ബാക്കിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഏത് വഴിയാ പോവാം, കമ്മ്യൂണിറ്റി വഴിയാണ് മുന്നോട്ട് പോവുക. ഓക്കെ, സോ മക്കള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.